അനുപമ വിശ്വനാഥ് നമുക്കൊപ്പം ചേരുന്നു. തലപ്പാലം പഞ്ചായത്ത് പ്രസിഡന്റാണ് അനുപമ. ശ്രീമതി അനുപമ, ഈ ഈരാറ്റുപേട്ടയിലെ ദമ്പതിമാരുടെ മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ബ്ലേഡ് മാഫിയ അവരുടെ ഇടപെടൽ ഉണ്ട് എന്ന് സംശയിക്കുന്നു. പലിശക്കാരുടെ ഭീഷണിയെ തുടർന്നാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്ന് കുടുംബം പരാതിപ്പെടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ, അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇന്ന് രാവിലെ മരണം അറിഞ്ഞിട്ടാണ് അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ബക്കറ്റൊക്കെ പൊട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ മരിച്ച ആളുടെ അച്ഛൻ പറഞ്ഞത് ഇന്നലെ 11 മണിയായപ്പോ ആരോ വന്നു ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞത് മാത്രമേ നമുക്ക് അറിവുള്ളൂ, വേറെ നമുക്ക് അറിയില്ല. അപ്പോൾ മുറിയില് ഈ രണ്ടുപേരുടെ കിടക്കുന്ന സിറിഞ്ച് കുത്തി, കയ്യില് സിറിഞ്ച് വെച്ചിട്ട് അതില് ഇൻജെക്ട് ചെയ്ത പോലെയാണ്. മരുന്നുകളൊന്നും അവിടെ കണ്ടിട്ടില്ല റൂമില്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിലാണ് കാണാൻ സാധിച്ചത്. വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. രശ്മിക്കെതിരെ അധിക്ഷേപം നടത്തി, അതിലെ മാനഹാനിയാണ് ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്നാണ് ഈ കുടുംബം പറയുന്നത്. ഈ നാട്ടുകാരുമായി ഒക്കെ ബന്ധപ്പെട്ട് അന്വേഷിച്ചിരുന്നോ? അങ്ങനെ ഈ ബ്ലേഡ് മാഫിയ സംഘങ്ങൾ അവിടെ എത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങൾ നാട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയാമോ? അവരെന്തെങ്കിലും പറഞ്ഞോ അതുമായി ബന്ധപ്പെട്ട്? അവരുടെ തൊട്ട് മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാര് അവിടെ ഇല്ലായിരുന്നു. അവര് എവിടെയോ പോയതായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അവര് വന്നപ്പോ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒച്ച കേട്ടതായിട്ട് 1-2 പേര് മാത്രം സംസാരിച്ചു. അച്ഛനാണ് ഇങ്ങനെ കറക്റ്റായിട്ട് വിവരം പറഞ്ഞത്. അവരുടെ ഇപ്പൊ രാമപുരത്തെ വീട്ടില് അവര് ചെന്നിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അമ്മയോട് പറഞ്ഞു എന്നാണ് അച്ഛൻ ഞങ്ങളോട് സംസാരിച്ചത്. വലിയ കടബാധ്യതയാണോ? എത്ര രൂപയുടെ ബാധ്യത എന്നതാണ് കുടുംബം പറയുന്നത്? അധിക ബാധ്യതയില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. എങ്ങനെ ഈ ബാധ്യത എങ്ങനെ ഉണ്ടായി എന്നത് സൂചിപ്പിച്ചോ കുടുംബാംഗങ്ങൾ? കോവിഡ് സമയം വന്നപ്പോൾ കോൺട്രാക്ട് എടുത്ത് സബ് കോൺട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് കോവിഡ് വന്ന ശേഷം അതിനൊരു ബുദ്ധിമുട്ട് വന്നു എന്നാണ് പറഞ്ഞത്. ആത്മഹത്യയാണ് എന്നുള്ളത് കുടുംബം ഉറപ്പിക്കുന്നുണ്ട് അല്ലേ? അതെ, ആത്മഹത്യയാണെന്ന് തന്നെയാണ്. അതായത് അവര് കിടക്കുന്ന ഫ്രണ്ടിലത്തെ വാതില് അടച്ചിട്ടില്ലായിരുന്നു. താക്കോല് ഒരു തീക്കോയെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് കിടക്കുന്ന വാതില് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോ ബ്ലേഡ് മാഫിയ വീണ്ടും തലപൊക്കുന്നു, അതിന്റെ പല സൂചനകൾ പല ഇടങ്ങളിലായി വരുന്നുണ്ട്. അവിടെ ഇത്തരം സംഭവങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ കൊള്ളപ്പലിശക്കാരുടെ സംഘം വാഴുന്ന ഇടമാണോ അവിടെ? അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലമല്ല ഇവിടെ. ഈ പണമിടപാട് ആരുമായിട്ടായിരുന്നു അവരെ അന്വേഷിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ 6 മാസമായിരുന്നു ഇവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കാൻ തുടങ്ങി. നവംബർ മാസത്തിലാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് അതായത് ജോലിക്ക് പോകുന്നത് കൊണ്ട് വലിയൊരു സഹകരണത്തിന് സമയമില്ലല്ലോ അവര് ജോലിക്ക് പോകുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു തുറന്നു പറയുന്ന ഒരു മനസ്സ് ഇവർക്കില്ലായിരുന്നു എന്നാണ് അടുത്ത് ഇടപഴകിയ ആൾക്കാർ പറഞ്ഞത്. അയൽക്കാരുമായിട്ടൊന്നും വലിയ ബന്ധം സൂക്ഷിച്ചിരുന്നില്ല അല്ലേ? ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാലും തുറന്നു പറയുന്ന ഒരു സ്വഭാവം. അതായത് അയൽക്കാർ തൊട്ടടുത്ത് ഇല്ല, അവരെല്ലാം ബിസിയുള്ള ആൾക്കാരാണ്. ഒരു ആള് മാത്രമുണ്ട്, ശ്രീകുമാർ LIC ചെയ്യുന്ന ഒരാളാണ്. പുള്ളി രാവിലെ പോകും, അവർക്ക് കടയുണ്ട്. അവരാണ് ഏറ്റവും തൊട്ടടുത്ത ആൾക്കാര്. പിന്നെ അവിടെ ഒരു മതിലിനപ്പുറം ആലപ്പാട്ട് ഊന്നലെ വീടാണ്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഈ വീടിന്റെ തൊട്ട് മുകളിൽ താമസിക്കുന്ന വാടകക്കാരുണ്ട്, അവരും ആയിട്ട് മാത്രമേ കാണാറുള്ളൂ. അവരും ജോലിക്ക് പോകുന്നത് കൊണ്ട് ഇടയ്ക്ക് മാത്രം കാണുന്നു, അത്രേ ഉള്ളൂ. 12 മണിക്ക് ഇന്നലെ കണ്ടതാണെന്നാണ് അവര് പറഞ്ഞത്. വലിയ സഹകരണം ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ എങ്കിൽ പോലും ദുരൂഹതയോ സംശയങ്ങളോ അങ്ങനൊന്നും ഇല്ല അവരെ ചുറ്റിപ്പറ്റി അങ്ങനെ ദുരൂഹതയില്ല. ഇങ്ങനെ പണമിടപാട് മാത്രം ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഒരു കുഴപ്പമില്ല. ഈ പയ്യൻ യൂത്ത് കോൺഗ്രസിന്റെ രാമപുരം മണ്ഡലം പ്രസിഡന്റായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അപ്പം എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു സ്വഭാവം വിഷ്ണുവിനുണ്ടായിരുന്നു. ശരി, എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയണം. പോലീസ് ഈ പണമിടപാട് സംഘങ്ങളെ തേടുന്നുണ്ട് എന്ന വിവരമാണ് വരുന്നത്. എന്തായാലും കുടുംബം ഉറച്ചു നിൽക്കുന്നു. ഇത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയും അവരുടെ അധിക്ഷേപവുമാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് ഈ ദമ്പതികളെ തള്ളിവിട്ടത് എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആ വാർത്തയോടുള്ള പ്രതികരണമാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയത്.